തുരുത്തിലെ താമസക്കാർക്ക് എന്നും ഒരു ആശ്രയമായിരുന്നു ഈ പാലം. എത്രയോ തലമുറകൾ ഈ പാലത്തിലൂടെ പുഴയുടെ മറുകരയിലെ വിദ്യാലയ മുറ്റങ്ങളിലേക്കെത്തി. എത്രയോ പേർ ഈ പാലത്തിലൂടെ ഒരു പിടി അന്നത്തിനായി പല കര കടന്നു. നടപ്പാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ മുതിർന്നവരുടെ കണ്ണിൽ ഇപ്പോഴും ഒരു തിളക്കം കാണാം. നമ്മുടെ പ്രദേശത്തിലെ 100ഓളം ചെറുപ്പക്കാരുടെ കായികമായ അധ്വാനം ഇതിന് വലിയ മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. 50 ലോഡ് കാറ്റാടി മരങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭ്യമാകുകയുണ്ടായിരുന്നു. ബാക്കി തുക മുഴുവനും ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തുകൊണ്ടാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ 2 നടപ്പാലങ്ങൾ നമ്മളിവിടെ നിർമ്മിച്ചത്. അപ്രോച്ച് റോഡിൻ്റെ പണി പൂർത്തിയായി പുത്തൻ പാലം തുറന്നു കൊടുക്കുന്നതോടെ ഒരു ജനതയെ മറുകര കടത്തിയ നടപ്പാലം പരിപൂർണമായും വിസ്മൃതിയിലേക്ക് നീങ്ങും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.